ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇഫ്താർ ടൈമിലും വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. വളരെ ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ, വളരെ ടേസ്റ്റിയാണ്. ചിക്കൻ കോൺ പിന്നെ ചിക്കൻ സമൂസ. കാണുമ്പോൾ തന്നെ ഒരു കൗതുകവും കഴിക്കുമ്പോൾ അതിലേറെ പ്രിയപ്പെട്ടതുമാകുന്ന ഒരു സ്നാക്കാണ് ചിക്കൻ കോൺ പിന്നെ ചിക്കൻ സമൂസ. അത് പറയേണ്ടതില്ലല്ലോ. എന്തൊക്കെ സ്നാക്സ് ഉണ്ടായാലും ചിക്കൻ സമൂസ ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കോണിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം 2 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി പീസാക്കിയതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത്, വേവിച്ചതല്ലട്ട. പിന്നെ കൂടെ ഒരു വലിയ ക്യാരറ്റും കൂടി ചേർക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം വഴറ്റുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 150 ഗ്രാം ചിക്കൻ കുരുമുളകും ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക. ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി 1 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർക്കുക. കൂടെ മല്ലിയിലയും ചേർക്കുക. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ചേർക്കേണ്ടതില്ല. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇത് അധികം സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് അല്ല. പിന്നെ കൂടുതൽ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സ് 1.5 ടീസ്പൂണും ചേർത്ത് കൊടുക്കാം. ഫൈനലി നമുക്കിതിലേക്ക് 1 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ കോണിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഉപ്പൊന്ന് നമുക്ക് നോക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് മൈദ മിക്സാണ്. അതിനായി 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് 4-5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സേമിയ. അത് വളരെ തിന്നായിട്ട് ഉള്ള സേമിയാണ് എടുത്തിരിക്കുന്നത്. കൈകൊണ്ട് തന്നെ നമുക്കതിനെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് സമൂസ ഷീറ്റ് എടുക്കുക. ഒരു ഷീറ്റ് എടുത്ത് അതിനെ 2ആക്കി കട്ട് ചെയ്തെടുക്കുക. ഇത് ഹോം മെയ്ഡ് ഷീറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല വീതിയുള്ള ഷീറ്റാണ്. അപ്പോൾ നമുക്ക് സ്നാക്സും വലുതാണ്. ഇങ്ങനെ ഷീറ്റ് എടുത്ത് ഇതുപോലെ കോണാക്കുക. ശേഷം സൈഡ് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2-3 ടീസ്പൂൺ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക.
ഇനി ഫില്ലിങ്ങിന് ശേഷം നമുക്ക് മൈദ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ബാറ്ററാക്കി കൊടുക്കാം. ഇനി സേമിയയിലേക്ക് നന്നായി ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഓയിലിലോ വെളിച്ചെണ്ണയിലോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ സമൂസ റെഡിയാക്കിയാലോ. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതും, ഒരു വലിയ ക്യാരറ്റും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, 2 പച്ചമുളകും ചേർത്ത് വഴറ്റുക. നന്നായി ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് വേവിച്ചെടുത്തതാണ്. കൂടാതെ 1/2 കപ്പ് കാബേജും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ. അത് ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. പെരിഞ്ജീരകപ്പൊടി എന്തായാലും ചേർക്കണം, അതല്ലെങ്കിൽ ചതച്ചതായാലും കുഴപ്പമില്ല. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 200 ഗ്രാം ചിക്കനിൽ ഉപ്പും കുരുമുളകും വെള്ളവും ചേർത്ത് വേവിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അങ്ങനെ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി ചിക്കനും മസാലകളും പൊടികളും എല്ലാം ഒന്ന് യോജിപ്പിക്കണം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. പിന്നെ മല്ലിയിലയും വേപ്പിലയും ചേർക്കാൻ മറക്കല്ലേ. ഇപ്പോൾ നമ്മൾ സമൂസ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് സമൂസ ഷീറ്റിലേക്ക് സമൂസ മസാല ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മൈദ മിക്സ് റെഡിയാക്കണം. നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയുണ്ട്, അതാണ് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ സമൂസ ഷീറ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് 3-4 ടീസ്പൂൺ ഫില്ലിങ് ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്ത് മൈദ മിക്സ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം.
ഈ മിക്സ് കൊണ്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 25 സമോസയാണ് കേട്ടോ. ഇത് ആവശ്യാനുസരണം ഓയിലിലോ വെളിച്ചെണ്ണയിലോ എങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.